Hello, welcome to Multi-Traits. ഇന്ന് നമ്മൾ പാർട്ട് 2 ഓഫ് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 കണ്ടിരുന്നു. എക്സ്പാൻഡിങ് എക്സ്പ്രഷൻ ലൈക്ക് ടേംസിനെ പറ്റിയും ഡിസ്ട്രിബ്യൂട്ടീവ് ലോയെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. സോ ഐ ക്വിക്ക്ലി ഗോ ത്രൂ ദാറ്റ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്താണെന്നും ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്താണെന്ന് പഠിച്ചിരുന്നു. സോ ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ് നോക്കുന്നത്. സോ ബിഫോർ വി സ്റ്റാർട്ട്, that's a humble request. As you can see, subscribed ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണുന്നത് ഓൺലി 4.8% ആണ്. നിങ്ങളിപ്പോൾ ഇത് വാച്ച് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ദാറ്റ് വിൽ സർട്ടൻലി എൻകറേജ് അസ്. ഇവിടെ കാണുന്ന 95.2% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെന്നാണ്. സോ മജോറിറ്റി ഓഫ് യു ആർ നോട്ട് you haven't subscribed, so please consider subscribing to our channel, and we would really appreciate your support and encouragement by subscribing to our channel. So let's get started. And already subscribe ചെയ്ത് 1520 പേർക്ക് ഞാൻ my thank you from the bottom of my heart, and those who are planning to subscribe also, please, I'm really looking forward to working with you all. Okay, let's get started. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടറൈസിങ് എക്സ്പ്രഷൻസിനെ പറ്റിയാണ്. Factorize expressions with common factors by taking out the common factors. അപ്പോൾ ഇത് 3 എണ്ണമാണ് നമ്മളിവിടെ ബുള്ളറ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഈ 3 ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വിത്ത് കോമൺ ഫാക്ടേഴ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ -5x -20 ഇവിടെ കൊടുത്തിരിക്കുന്നു. വാട്ട് ഈസ് ദ കോമൺ ഫാക്ടർ? കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 × 4 is 20. സോ ദ 5 ഈസ് ദ കോമൺ ഫാക്ടർ. പിന്നെ നമ്മൾ ഇവിടെയും ഇവിടെ ഉള്ളത് -5 ഈസ് ഓൾസോ എ കോമൺ ഫാക്ടർ. സോ -5 നമ്മൾ ബ്രാക്കറ്റിൻ്റെ വെളിയിലിട്ടിട്ട് -5 into x is -5x, -5 into +4 is -20. മനസ്സിലാവുന്നുണ്ടല്ലോ? കാരണം യു ആർ ടേക്കിംഗ് ഔട്ട് -5 as എ കോമൺ ഫാക്ടർ. -5 into 1x, x എന്ന് പറയുന്നത് 1 ഉണ്ടെന്ന് അർത്ഥം, പക്ഷെ നമ്മൾ 1 സാധാരണ ഇടാറില്ല. -5 into 4 നമുക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം ആയിട്ട് നമ്മൾ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതേ ഉള്ളൂ. അടുത്തത് 4x² - 8x. ഇതിൻ്റെ നമുക്ക് കാണുമ്പോൾ അറിയാം എക്സ് ഇവിടെയുണ്ട്, എക്സ് ഇവിടെയുണ്ട്. സോ എക്സ് ഈസ് ഡെഫിനറ്റ്ലി എ കോമൺ ഫാക്ടർ. 4 into 2 is 8. So 4 is the common factor there. So 4x into x. So 4x². 4x into -2 is -8. X is already here, so we don't need to put that again. Factorize a difference of perfect squares using a² - b². a² - b² എന്ന് പറയുന്നത് a + b into a - b നമുക്കറിയാം, നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട്. പിന്നെ we use surds when a² or b² is not a perfect square such as 149. നമുക്കിപ്പം √25 എന്ന് പറഞ്ഞാൽ 5 ആണെന്നറിയാം. വാട്ട് ഈസ് ദ √2? നമ്മളിപ്പം കാൽക്കുലേറ്ററിൽ ലെറ്റ്സ് ഗിവ് മി എ സെക്കൻഡ്. where is it? Okay, √2 എന്ന് പറഞ്ഞാൽ just give me a second. √2 എന്ന് പറഞ്ഞാൽ 1.4142135624. അതായത് നിങ്ങൾ ഓർക്കുക പൈയുടെ വാല്യൂ 3.14 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ ഒരു ഹോൾ നമ്പറായിട്ട് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ വി ഹാവ് ടു യൂസ് surds. ഓക്കെ, we use surds when a² or b² is not a perfect square such as 1, 2, 4, 5, 9. Okay, for example x² - 5. നമുക്ക് അറിയാം x into x is x², but -5 ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? ഞാൻ ഇപ്പം പറഞ്ഞ പോലെ 1.4142135624 എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. സോ അപ്പം നമുക്ക് അവിടെ ഒരു ഹോൾ നമ്പർ ഇല്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടത്? അപ്പോൾ a + b a - b ആണ് അതിൻ്റെ ഫോർമാറ്റ്. സോ a + b a - b ആണ് ഇവിടെ കാണുന്നത്. a എന്ന് പറയുന്നത് x ആണ്, അതിന് സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് x നമുക്ക് രണ്ടിടത്തും ചെയ്തു. -5 എന്നുള്ളത് നമുക്കൊരു അടുത്ത സ്ക്വയർ റൂട്ട് ഓഫ് 5 ആൻഡ് -√5. മനസ്സിലാകുന്നുണ്ടോ? അത് √5 into √5 എന്ന് പറയുന്നത് യു ഗെറ്റ് ഇറ്റ് ആസ് 5. വാട്ട് ഈസ് ദ 5² 5² ഈസ് 25. √5 25 ഈസ് 5.
മനസ്സിലായോ? അതുകൊണ്ടാണ് നമുക്ക് ഒരു ഹോൾ നമ്പർ അല്ല കിട്ടുന്നെങ്കിൽ യു ഹാവ് ടു യൂസ് സർഡ്സ്. അപ്പോൾ ഫോർമാറ്റ് അത് തന്നെയാണ്, എ പ്ലസ് ബി, എ മൈനസ് ബി. നമ്മളിനി കുറച്ച് ചോദ്യങ്ങൾ അതിനെപ്പറ്റി ചെയ്യുന്നുണ്ട്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ത്രൂ ബ്രീഫ്ലി ത്രൂ ദീസ് 3 points and then we will go through other worked out examples. Factorize 4-term expressions if possible by grouping terms and factorizing each pair. എന്ന് വെച്ചാൽ നമുക്കിവിടെ 4 എണ്ണം തന്നിട്ടുണ്ട്, 4 terms ഉണ്ട്, 1 2 3 4. ഇതിനെ 2ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് ഗ്രൂപ്പിംഗ് ടേംസ് ആൻഡ് ഫാക്ടറൈസിങ് ഈച്ച് പെയർ. അതായത് x² + 5x ഒരു ഗ്രൂപ്പാക്കുക, 2x - 10 മറ്റൊരു ഗ്രൂപ്പാക്കുക, -2x - 10 മറ്റൊരു ഗ്രൂപ്പാക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നോക്കാം, x² + 5x പറ്റി. x² + 5x തന്നെ x ഈസ് എ കോമൺ ഫാക്ടർ, x × x + 5 കിട്ടിയോ? ഇനി -2x - 10, -2 തന്നെ ആയിരിക്കണമല്ലോ അവിടെ, കാരണം 2 × 5 = 10. സോ -2x + 5. ഇപ്പോൾ ഇവിടെ നോക്കുമ്പം നമുക്ക് ബ്രാക്കറ്റ് രണ്ടും കിട്ടിയത് എന്നതാണ്, x + 5 x + 5 എന്ന് കണ്ടതോ. അപ്പോൾ ഇനി നമുക്ക് തന്നെ x - 2, കാരണം ഈ എക്സും ഈ -2നെയും കൂടെ ഒരു ഗ്രൂപ്പിലാക്കാം, x + 5 ഇത് രണ്ടും കൂടെ ഒരു ഗ്രൂപ്പിലാക്കാം. മനസ്സിലായല്ലോ? സോ യു ക്യാൻ സി x - 2 എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലായി, വെളിയിലുള്ള നമ്പേഴ്സ് രണ്ടിനെയും ഒരു ഗ്രൂപ്പിലാക്കി, x + 5നെ ഒരു ഗ്രൂപ്പിലായി. സോ ഫൈനലി നമുക്ക് എന്നാ കിട്ടുന്നത്, a + b, a - bയുടെ ഫോർമാറ്റ് നമുക്ക് കിട്ടും. So let's get started. Before we move on, I want you to get a good understanding of what are surds. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു വീഡിയോ ഉണ്ട്, റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. അതിനെപ്പറ്റി ഞാൻ അതിൻ്റെ അകത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് വൺ ഓഫ് അവർ ഹിറ്റ് വീഡിയോസാണ്. അതിൻ്റെ അകത്ത് നമ്മൾ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഒന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിരിക്കുന്നത്. റാഷണൽ മീൻസ് എക്സാക്ട് വാല്യൂസ്. √ of 36 എന്ന് പറഞ്ഞാൽ 6, √ of 144 12, അതൊരു എക്സാക്ട് നമ്പറാണ്, ആണല്ലോ. 6 എന്നും 12 എന്നും കിട്ടി. എന്നാൽ √ of 2 എടുത്താലോ 1.41, പിന്നെ അതങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? 3 √ of 21. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാക്ട് നമ്പർ, യു ആർ ഗെറ്റിംഗ് ഡെസിമൽ. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ്, നമുക്ക് എക്സാക്ട് വാല്യൂസ് കിട്ടുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ വി മസ്റ്റ് യൂസ് സർഡ്സ്, അതായത് √ വാല്യൂസ് ആയിട്ട് എടുക്കണം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ദ ഫസ്റ്റ് പോയിന്റ്, ഫാക്ടറൈസിങ് ബൈ ടേക്കിംഗ് ഔട്ട് കോമൺ ഫാക്ടേഴ്സ്. അപ്പം ആദ്യം ഞാനിവിടെ എൻ്റെ വർക്ക്ഡ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ടു ഹാർഡ്. -3x - 12. What is a common factor? Now look at the answers first. Let's look at how to do it. So -3 is a common factor. So -3 into x, you can see that -3 into x is -3x. Minus already നമ്മൾ വെളി കൊടുക്കുന്നുണ്ട്, -4 is -12. ഇവിടെ രണ്ട് കൊടുത്തിരിക്കുന്ന a ഉണ്ട്, ഇവിടെ ഉണ്ട് a. സോ a is a common factor. 20 ഉം 30 ആണ്. അപ്പോൾ നമ്മൾ എന്നെ എടുക്കണം, 10 എടുക്കാം അല്ലേ. 10 into 2 is 20, 10 into 3 is 30. So 10a, 2a plus 3. You go 10 into 2, 20a square, 10 into 3, 30a. 2 into x plus 1 minus a into x plus 1. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്നാ കൊടുത്തത്, x plus 1 x plus 1 ആയിട്ട് ഒരു ബ്രാക്കറ്റിൽ അല്ലേ കൊടുത്തിരിക്കുന്നു. 2 into -a, 2 - a എന്ന് വേറൊരു ബ്രാക്കറ്റ് കൊടുത്താൽ മതി അല്ലേ. സോ യു ഗെറ്റ് ദി കോമൺ ഫാക്ടേഴ്സ് ദെയർ. സോ യു ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ് ബൈ ആൻഡ് ആൻസർ ഇറ്റ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഫാക്ടറൈസ് യൂസിങ് ദ ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. a plus b, a minus a. ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, a square minus b square is equal to a plus b, a minus b. x square minus 16. x square minus 4 into 4 16 ആണല്ലോ. അപ്പോൾ x minus 4, x plus 4. Can you see that? 9a square 4. 9 എന്ന് പറഞ്ഞാൽ 3 ആണ്, 4 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. സോ 3a plus 2b, 3a minus 2b. 12y square 1200. 12 into y square minus 100. y square minus 100 എന്ന് പറയുമ്പോൾ 100ൻ്റെ ഇത് എത്ര, 10 into 10. y plus 10, y minus 10. സോ 12നെ
എടുത്തിട്ട് y plus 10, y minus 10. Next is, കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ 1200 അല്ലേ, 12 into 100നെയാണ് ഇവിടെ നോക്കിയാൽ 12 into 100 is 1200. So that's why we took 12 out. അത് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ ഓർത്തോണം. 12 into 1 y square, 12 into 100 is 1200. പിന്നെ y square minus 100 ആണ് നമ്മൾ നോക്കുന്നത് y plus 10, y minus 10. 12 is outside കാരണം 12 into 100 is 1200. അത് ഓൾറെഡി നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഔട്ടാണ്. നെക്സ്റ്റ് വൺ x plus 3 square minus 4. ഞാൻ x plus 3 square minus 4 എന്ന് പറയുന്നത് 2 square ആണല്ലോ, 2 square. അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. x plus 3 plus 2, x plus 3 minus 2. കാരണം രണ്ടിടത്തും 2 square 2 into 2 കണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. So x plus 3 plus 2 is x plus 5. x plus 3 minus 2 എന്ന് പറയുന്നത് 3 minus 2 is 1. Can you see bit more complicated ആയിട്ട് വരുവാണ്. പക്ഷേ നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പാനിക്കാകാതെ ഓക്കെ -4 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്. ഓക്കെ, സോ x plus 3 square, x plus 3 minus 2, x plus 3 minus plus 2. അതാണല്ലോ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. 3 plus 2 5, 3 minus 2 1. സോ x plus 5, x plus 1 എന്ന് വരുന്നു. ഓക്കെ, so that format is still good. Let's keep moving to the next one. Factorising difference of perfect squares using surd. Surd എന്ന് പറഞ്ഞാൽ തന്നെ when you don't have the exact value, അതിന് അന്നേരമാണ് നമ്മൾ surd യൂസ് ചെയ്യേണ്ടത്. x square minus 10. Now what is the square root of 10? ആദ്യം നമുക്ക് ഒരു square root of 10 എന്നാന്ന് നോക്കാം. Square root of 10 3.1622776602 എന്ന് പറഞ്ഞാൽ കിട്ടും. അപ്പം നമുക്കറിയാം ഇറ്റ്സ് നോട്ട്, വി ഹാവ് ടു യൂസ് surds അല്ലേ. x square minus square root of 10 ഇട്ടിട്ട് ബ്രാക്കറ്റ് സ്ക്വയർ കണ്ടില്ലേ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അടുത്തതായിട്ട് x plus square root 10, x minus square root 10, a plus b, a minus b. കാരണം we don't have a perfect square for that. We get decimal numbers. x square minus 24 ആണല്ലോ, നമുക്ക് ഇതുപോലെ തന്നെ x plus square root of 24, x minus square root of 24 തന്നെ എഴുതാം. പിന്നെ can you simplify this further? 6 into 4 is 24 അല്ലേ. 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അതെ, 2. അതുകൊണ്ടാണ് 2 root 6, x plus 2 root 6, x minus 2 root 6 എന്ന് എഴുതിയിരിക്കുന്നത്. So that is further simplified. Can you see that? സോ പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ 5 into 2 10 എന്ന് വരിക. നമുക്കറിയാം 5 is a 5 square root of 5 നോക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് വാല്യൂ കിട്ടുന്നില്ല. 2 ആണെങ്കിലും ഡെസിമൽ നമ്പേഴ്സാണ് അല്ലേ. സോ വി കനോട്ട് യൂസ് ദാറ്റ്. ബട്ട് ഇൻ ദിസ് കേസ്, ഈ കേസിൽ സ്ക്വയർ റൂട്ട് ഓഫ് 24 എന്ന് പറയുന്നത് 6 into 4 is 24. 4 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ആണ്. 2 into 2 is 4. So that's the reason 2 square root 6, 2 x plus 2 root 6, x minus 2 root 6 എന്ന് കൊടുത്തിരിക്കുന്നത്. അടുത്തത് factorisation by grouping. ലാസ്റ്റ് വൺ ആണ് factorize by grouping x square minus x plus ax minus a. x square minus x പ്ലസ് എ എക്സ് മൈനസ് എ. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രൂപ്പിങ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുക, രണ്ടാമത്തെ രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുക. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറയുന്നത് ആദ്യം എടുക്കുക, പിന്നെ രണ്ടാമത്തേത് ഇതിനെ എടുക്കുക. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 മേക്ക് സെൻസ്, എ ഇൻറ്റു എക്സ് മൈനസ് 1. അപ്പോൾ നമ്മൾ നോക്കണം എക്സ് മൈനസ് 1 ഒരുപോലെ വന്നു. സോ യു ടേക്ക് എക്സ് മൈനസ് 1, എക്സ് പ്ലസ് എ. സോ വെൻ യു ഹാവ് 4 terms, you divide them into 2 terms. ഇങ്ങനെ 2 ടേമായിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് കോമൺ ഫാക്ടർ എടുക്കുക. കോമൺ ഫാക്ടർ എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രൂപ്പിംഗ് നോക്കുമ്പോൾ കാണാം സിമിലർ ഗ്രൂപ്പ്സ് വരുന്നു. ലൈക്ക് ടേംസ് ആയിട്ട് വരും. എക്സ് മൈനസ് 1, എക്സ് മൈനസ് 1, അതിനെ നമുക്കൊരു ഗ്രൂപ്പായിട്ട് എടുക്കാം. എക്സ് പ്ലസ് എ മറ്റൊരു ഗ്രൂപ്പായിട്ട് എടുക്കാം. സോ ഇന്നത്തെ ലെസൺ നമ്മൾ പഠിച്ചത് ഫാക്ടറൈസിങ് എക്സ്പ്രഷൻസ് ആണ്. Factorize expressions with common factors by taking out the common factors. ആദ്യം നമ്മൾ കോമൺ ഫാക്ടേഴ്സ് എടുത്തു,
പിന്നെ നമ്മൾ ഡിഫറൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് surds ആണെങ്കിൽ അല്ലെങ്കിൽ surds യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിച്ചു, surds അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു. പിന്നെ നമുക്ക് 4 ടേം ഉണ്ടെങ്കിൽ അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഫാക്ടറൈസ് ചെയ്യാനും പഠിച്ചു. So I hope this helped you, and please let me know. Again, one more humble request. If you haven't subscribed, please subscribe to our channel and let us know whether you learned something through this video, and really appreciate your feedback. Thank you. Bye bye.